1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ വഫാത്തായി ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു എപ്പിസോഡുണ്ട്. പ്രവാചകന്റെ വേർപാട് താങ്ങാൻ പറ്റാതെ ഒരു മദീനയിലെ എല്ലാ മനുഷ്യരും ഇങ്ങനെ കരയുന്നൊരു നിമിഷം ഉണ്ടായി. മുറലിഹുൻഹു വാളെടുത്തിട്ട് പറയും, ആരാ പറഞ്ഞു പ്രവാചകൻ മരണപ്പെട്ടു എന്ന് ചോദിച്ചിട്ട് പറഞ്ഞവരെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വാളെടുത്ത് ഉയർത്തിയൊരു സമയത്ത് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഒരു നേതാവ് അവിടെ ജനിക്കുന്നത് ഉമർ റളിയല്ലാഹുവിനെ വന്നിട്ട് തടയണം. എന്നിട്ട് പറയുന്നുണ്ട്, ആരാണോ മുഹമ്മദിനെ ആരാധിച്ചിരുന്നത് അവരൊക്കെ മനസ്സിലാക്കിക്കോ, മുഹമ്മദ് മരിച്ചുപോയി. ആരാണോ സർവശക്തനായ ദൈവം അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് അവർ മനസ്സിലാക്കിക്കോ, ദൈവത്തിന് മരണമില്ല. മുഹമ്മദിന് മുന്നേ പ്രവാചകന്മാർ വന്നിരുന്നു, അവരൊക്കെ മരണപ്പെട്ടു, അവരെല്ലാം ദൈവത്തിന്റെ അടുത്ത് തിരിച്ചുപോയി. ഒരുപക്ഷെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ വഫാത്ത് എല്ലാരെയും ദുഃഖത്തിൽ ആഴ്ത്തി ഇതിൽ മതിമറന്നങ്ങ് പോയനെ. ഇസ്ലാം എന്ന ഒരു ആശയം തന്നെ അവിടെ ഇല്ലാതായി പോകുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു നേതാവ് എഴുന്നേറ്റ് പറയാണ്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ആ ഒരു കംപ്ലീറ്റ് ജനങ്ങളെയും അദ്ദേഹം സ്വാധീനിച്ചു. ആ ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടി അദ്ദേഹം പിന്നീട് നേതാവായി മാറുകയാണ്. ലീഡർഷിപ്പിന്റെ ഒരു വലിയ പാഠമാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുക.